എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കാവ്യസന്ധ്യയെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ കാവ്യസന്ധ്യ എന്ന സംവിധാനം ഈ കാൽക്കരയിൽ ഉടലെടുത്തത് 2010 കവി അയ്യപ്പന്റെ മരണത്തിനോടനുബന്ധിച്ചാണ്. നമ്മുടെ ശ്രീകുട്ടി പറഞ്ഞ മാതിരി ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മയും കുറെ ക്രേസി ആൾക്കാരും ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം ക്രേസി ആൾക്കാരുടെ പ്രവർത്തനമാണ്. എന്താണ് കാവ്യസന്ധ്യയ്ക്ക് ഈ നാട്ടിൽ അല്ലെ ഈ സമൂഹത്തിൽ ഈ ലോകത്തിലുള്ള പ്രസക്തി? മലയാളം പറയുന്ന നമ്മൾ ഓരോരുത്തർ ഇവിടെ വെച്ച് ജനിച്ചു വളർന്ന കുഞ്ഞിന്റെ അല്ല, മലയാളം പറയുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം കലയിൽ കൂടി നമ്മുടെ കേരളത്തിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. പണ്ട് നമ്പൂതിരി സമുദായത്തിലെ പല വിഭിന്ന പ്രകാരത്തിലുള്ള അതിനെതിരെ പി.ടി. ഭട്ടതിരിപ്പാട് എഴുതിയ നമ്മുടെ സീമയുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അഭിനയിച്ച എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അച്ഛനോട് ഉണ്ടായിരുന്നു. നമുക്ക് പല ക്ലാസ്സുകളും പങ്കെടുത്തിട്ടുണ്ട്, നടത്തി തന്നിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ നമ്പൂതിരി സ്റ്റേജിൽ കയറി അവതരിപ്പിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള എന്നുള്ള നാടകം കേരളത്തിൽ എന്തുമാത്രം വിപ്ലവം ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് പലർക്കും അറിയാം. ഇന്നത്തെ കുഞ്ഞു കുട്ടികൾക്കല്ല, മറിച്ച് 50-നും 60-നും പേര് വയസ്സുള്ളവർക്ക്. കോപ്പിൽ ഭാഷയുടെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം കേരളത്തെ എത്രമാത്രം മാറ്റിമറിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇന്ന് വിദ്യ പഠിച്ചിട്ടുള്ളവര് പുസ്തകം വായിക്കുന്നവർക്കറിയാം. ഈ ഫേസ്ബുക്ക് മാത്രം നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കല്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള മാതാപിതാക്കൾക്കുമല്ല. നിങ്ങൾ പഠിക്കണം. അതുപോലെ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, C.J. തോമസ്. ആ മനുഷ്യൻ നീ തന്നെ എന്നുള്ള നാടകം കേരളത്തെ മാറ്റിമറിച്ചിട്ടുള്ള നാടകങ്ങളാണ്, കഥാപ്രസ്ഥാനങ്ങളാണ്. ഇവിടെ എനിക്ക് 2 വാക്കാണ് രാജീവ് പറഞ്ഞേക്കുന്നത്. അതിൽ കൂടെ എടുക്കലെന്ന് പറഞ്ഞേക്കുന്നത്. എനിക്കത് സമയം പോയി, എങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൊണ്ടേ നിൽക്കാം. ഇവിടെ C.K. ശശിധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണ അനുസ്മരണം വന്നപ്പോഴ് നമ്മുടെ കാവ്യസന്ധ്യയിൽ പലരും എഴുതിയിട്ടുണ്ടായിരുന്നു ഈ കേസിനെ കുറിച്ച്. C.K. ശശിധരൻ അദ്ദേഹം ഒറ്റ പോളിടെക്നിക്കൽ യന്ത്രങ്ങളുടെ ഭാഗങ്ങളുടെ ഇലക്ട്രിക്കൽ ഹെഡായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ 10 പോളിടെക്നിക്കൽ ഇലക്ട്രിക്കലിന്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. 1982 തൊട്ട് കലാജാഥയില് അന്ന് ഞങ്ങൾ പാടിക്കൊണ്ട് നടന്നു. കുടിലോരോന്നിലും ഓരോ നല്ലൊരു കക്കൂസാണ് ആദ്യം വേണ്ടത്, കൊട്ടാരത്തിൽ എയർ കണ്ടീഷൻ പിന്നീടാവാലോ എന്ന്. ആ പാടിയതിന്റെ ഭാഗമായി അന്ന് ഞങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി 87 മന്ത്രിസഭ ജനകീയ ആസൂത്രണം വന്നപ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളിലും ഈ കക്കൂസുകൾ ഉണ്ടാക്കി. ഞങ്ങൾക്കത് ചില തമാശയായിട്ട് എടുക്കണ്ട. വർഷങ്ങൾക്ക് ശേഷം 2015 ശേഷമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അത് വ്യാപിച്ചത്. അന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നു, പട്ടിണിയായ മനുഷ്യാണി പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനായുധമാണു നിനക്കിത് പുസ്തകം കയ്യിലെടുത്തോളൂ. അന്ന് അക്ഷരം പഠിക്കാൻ പറഞ്ഞ് ആൾക്കാരെ പ്രേരിപ്പിച്ചതിന്റെ ഫലമായിട്ട് 1987 മന്ത്രിസഭയിൽ നമ്മുടെ കേരള സംസ്ഥാന സമ്പൂർണ്ണ സാക്ഷരത നേടി. ലക്ഷക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ നേരിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് അത് നടന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കണമെങ്കിൽ ശ്രീകുട്ടി പറഞ്ഞ മാതിരി ക്രേസിയായിട്ടുള്ള കുറെ ആൾക്കാരെങ്കിലും വരണം. ഈ ആൾക്കാരോട് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, ക്രേസിയായിട്ട് ആൾക്കാർ ഇന്നത്തെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വന്നിച്ചില്ലേലും വേണ്ട നിന്ദിക്കരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്, ദയവായിട്ട് കേൾക്കുക. വന്നിച്ചില്ലേലും വേണ്ട നിന്ദിക്കരുത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. വീണ്ടും ചില വീട്ടുകാര്യങ്ങളില് ലോകിദാസ് എന്ന് പറയുന്ന നമ്മുടെ സംവിധായകൻ ജയറാമനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കലയുണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാതിരിക്കുക, സംരക്ഷിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനുഷ്യരാകാൻ പറ്റത്തുള്ളൂ. നമ്മൾ മനുഷ്യനാകാൻ വേണ്ടി, മനുഷ്യത്തെ കാണിക്കാൻ വേണ്ടി ആ കലയെ സ്നേഹിച്ചുകൊണ്ട് അല്പം കല നിങ്ങളെ മനസ്സിൽ പുറത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഈ കാവ്യസന്ധ്യയോടൊപ്പം പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കാവ്യസന്ധ്യയിൽ ആദ്യം
കവിത പാരായണം ചെയ്ത എല്ലാ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ കാവ്യസന്ധ്യ ആരംഭിച്ച അന്ന് മുതൽ അവസാനം വരെ നമ്മുടെ മൊത്തം ഉണ്ടായിരുന്ന മാത്തുകുട്ടിക്കാനെ അനുസ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഷാഹിദെ MC ആയിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.